സർ. ആ ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഫാബ്രിക് ഒന്ന് മാറ്റി പിടിക്കാം. മറൈൻ ഡ്രൈവിൽ ചക്ക മഹോത്സവം നടക്കുക കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ. നമ്മുടെ സ്പോൺസർ തന്നെ അതിന്റെ സ്പോൺസർ. ഇനി മുതൽ ഒരാഴ്ചത്തേക്ക് ഈ ചക്ക മഹോത്സവമാണ് നമ്മുടെ ഫാബ്രിക്. തുടങ്ങിക്കോ. ചക്കയോ സർ? ചക്ക വേണ്ട സർ. സർ നമുക്കൊരു മാങ്ങ വല്ലതും പിടിക്കാം. മാങ്ങയില്ലെങ്കിൽ കുഴപ്പമില്ല, വല്ല തേങ്ങ. ചക്കപ്പഴത്തിന് പറയും തേങ്ങപ്പഴം. ഞാൻ എന്റെ സ്പോൺസർ പറഞ്ഞതിന്റെ അപ്പുറം വേറെ ഒന്നും ചെയ്യില്ല. സർ ഈ ചക്കക്കുരു ഭയങ്കര ചീപ്പ് ഫാബ്രിക് ആണ് സർ. ഞാൻ നിങ്ങളോട് ചക്ക വിഴുങ്ങാനല്ലോ പറഞ്ഞത്, പരിപാടി വിഴുങ്ങാനല്ലേ പറഞ്ഞത്. ചെല് ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്, പോയി പ്ലാൻ ചെയ്യും. ചെല്. മധുരം കട്ട സാറിന് ചക്കട മണമുണ്ടോ? എനിക്കും കിട്ടി. എനിക്ക് മണത്തോ? മണമുണ്ട്. ചായക്ക അല്ല ചക്കയ്ക്ക്. ചക്കക്ക് ഗുഡ് മോർണിംഗ് കൊച്ചി. നിങ്ങളുടെ ഏവരുടെയും പ്രിയപ്പെട്ട ഷോയായ ഹലോ FM-ന്റെ ഹലോ നമസ്തയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഫേവറേറ്റ് ജെറി, Your most favorite RJ മാധവ്. എന്റെ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനെയും ഹലോ നമസ്തയിലേക്ക് ഒരു തവണ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് വളരെ രസകരമായ ഒരു സ്ഥലത്തേക്കാണ്. എവിടേക്കാണ് മാധവ്? മെറൈൻ ഡ്രൈവിലേക്ക്. അവിടെ നടക്കുന്നത് ചക്ക മഹോത്സവമാണ്. ചക്ക മഹോത്സവം സുഹൃത്തുക്കളെ, നമ്മുടെ കേരളത്തിൽ ആദ്യമായി കൊച്ചിയിൽ അതാ നടക്കുന്നു ചക്ക മഹോത്സവം. ചക്കയെ പറ്റി പറയുകയാണെങ്കിൽ ചക്ക മലയാളികളുടെ ഇഷ്ട വിഭവമാണ്. ചക്കയട, ചക്ക പായസം, ചക്ക അവിയൽ, ചക്ക വരട്ടിയത്, ചക്കത്തോരൻ, ചക്ക പുഴുക്ക്, ഇങ്ങനെ ഒരുപാട് രസകരമായ വിഭവങ്ങൾ നമ്മൾ ചക്കയിൽ നിന്നുണ്ടാക്കുന്നു. അതേപോലെ പറയാൻ വിട്ടുപോയ മറ്റൊരു കാര്യമുണ്ട്. മാധവന്റെ വൈഫ് പ്രിയ വളരെ നല്ലൊരു ബേക്കറാണ്. അവർ വളരെ നന്നായിട്ട് ചക്ക കേക്ക് ഉണ്ടാക്കുന്നതാണ്. അതെ, ബേക്കർ ആവുക എന്നുള്ളതും ചക്ക കൊണ്ട് കേക്ക് ഉണ്ടാക്കുക എന്നുള്ളതും അതൊരു ക്വാളിറ്റിയാണ്. ഒരുപക്ഷെ അത് കഴിക്കാനുള്ള ഭാഗ്യം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ഉണ്ടായിട്ടുണ്ടാവില്ല. നമുക്ക് മാറ്ററിലേക്ക് തിരികെ വരാം. ചക്ക മഹോത്സവം. അതിനോടനുബന്ധിച്ച് ഞാൻ ഏവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്, എല്ലാവരുടെയും വീട്ടിലൊരു ഒരു ചക്കക്കുരു നടുക. അതൊരു പ്ലാവാകട്ടെ, കേരളം ഒരു പ്ലാവളമാകട്ടെ. ചക്കക്കുരു നടുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക. ചക്കക്കുരു കുഴിച്ചിട്ട് അത് വലുതായി ഒരു പ്ലാവാകുമ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ അയൽവാസി ബുദ്ധിമുട്ടരുത്. അദ്ദേഹത്തിന്റെ ജീവിതം ഒരിക്കലും നിങ്ങൾ താറുമാറാക്കരുത് എന്ന് പറയാൻ പാടില്ല മാധവ്. ഒരു തെറ്റായ പ്രയോഗമാണ്, അത് അങ്ങനെ പറയാൻ പാടില്ല. അതിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം. പ്ലാവിന് നമ്മൾ നൊസ്റ്റാൾജിയാണ്. പ്ലാവിൽ കൊണ്ട് കുമ്പിള് കുത്തി കഞ്ഞി കുടിക്കാത്തവരെ ആരുണ്ട് സുഹൃത്തുക്കളെ? അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറുപ്പത്തിൽ നമുക്ക് നമ്മുടെ അച്ഛനപ്പന്മാര് തൊപ്പി ഉണ്ടാക്കി, പ്ലാവിനെ കൊണ്ട് തൊപ്പി ഉണ്ടാക്കി നമ്മുടെ പോലീസുകാരാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ പ്ലാവ് മുഖേന അയൽവാസിക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് ഇടപെടുക തന്നെ ചെയ്യും. അത് പറയുകയാണെങ്കിൽ അത് ക്ഷുദ്രന്മാരുടെയും വിവരദോഷികളുടെയും ഭാഷ മാത്രമാണ്. മാത്രമല്ല ഞാൻ ഓർമ്മിപ്പിക്കുന്നു, പോലീസുകാർ മരം വെട്ടുകാരല്ല. അതുപോലെ തന്നെ പോലീസുകാരെ ഭയന്ന് ആരും ഇതുവരെ മരമോ മരത്തിന്റെ കൊമ്പോ വെട്ടാറില്ല മാധവ്. എന്റെ അയൽവാസി ഒരു പ്ലാവ് നടുകയും അത് മുഖേന എന്റെ ജീവിതത്തിനെയോ അല്ലെങ്കിൽ എന്റെ വീടിനെയോ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് ഇടപെടുകയും ആ പ്ലാവ് മുറിച്ചു മാറ്റുകയും ചെയ്യും. ചെറിയ നമുക്കൊരു സോങ്ങിലേക്ക് കിടക്കാം. മാധവ്, ടേക്ക് ഇറ്റ് ഫ്രം മീ. എന്റെ പ്ലാവല്ല, അതിന്റെ കൊമ്പ് പോട്ടൊരു ചില്ല പോലും വെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അത് മുറിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരും. എടാ, നിന്നെ പോലൊരു കിഴങ്ങനെ ഫ്രണ്ടാക്കി എന്നെ പറഞ്ഞാൽ മതി. ഞാനില്ലെങ്കിൽ ഷോ നടക്കില്ലായിരുന്നു. നീയാടാ കിഴങ്ങൻ. ഞാനില്ലേ കാണാറുണ്ട്. എന്ത് കാണാനടാ? നീ എന്തുണ്ടാക്കി? മിണ്ടായിരുന്നേ. മാധവ് ഇവിടെ നിന്നാ മതി. അതെന്താ കൂടെ വന്ന കണ്ട് മൂക്കി കെറ്റി കളയൂ? മുറിപ്പിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. അച്ഛൻ വാ, നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞങ്ങൾ പോയി. ഞങ്ങൾ കമ്മിറ്റി കൂട്ടിയിട്ട് നേരിട്ട് വരുന്ന വഴിയാ. ഇരിക്കൂ. ചായ ഒന്നും വേണ്ട. അതുമല്ല, അയൽപക്കക്കാരുടെ മുമ്പിൽ ആകെ അങ്ങ് പൊട്ടയായിരിക്കില്ലേ? ആ മനപ്രയാസത്തിനിടയിലാന്നോ ചായ? മിസ്റ്റർ ജെറി, ഈ കോളനിയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ആദ്യമായിട്ടാ. ഒത്തുതീർപ്പിന് വന്ന ആളെ ഭാഗം പറയാൻ പാടില്ല. എന്നാലും പറയും, ഇതെന്താ ഈ കൊച്ചനാണോ പ്ലാവിന്റെ കൊമ്പ് അങ്ങോട്ട് ചരിച്ചു വെച്ചത്? അല്ലെങ്കിൽ കിട്ടുന്ന വിലക്ക് അങ്ങ് വിറ്റേച്ച് പോണോന്ന്. ബിൽഡേഴ്സ് നല്ല ഉദ്ദേശത്തിലാ ലാൻഡിലെ മരങ്ങൾ വെട്ടാതിരുന്നത്. അതിപ്പോ ഇങ്ങനെയോ ആയി. അതുമല്ല ചേച്ചി, ഈ കോളനിക്കാരുടെ മുമ്പിൽ ഞങ്ങളെ അവര് വഴക്കാളികളാക്കി. അതൊന്നും സാരമില്ല, നമുക്കൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമല്ലോ. അതിപ്പോ അപ്പുറത്തുള്ള അയാൾക്ക് കൂടെ അറിയണ്ടായോ? ഞങ്ങളുടെ ഒരു റിക്വസ്റ്റാ, അങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്ന കൊമ്പങ്ങ് മുറിച്ചേക്ക്. ഇത് കോളനിക്കാരുടെ മൊത്തത്തിലുള്ള റിക്വസ്റ്റ് ആണെന്ന് വെച്ചു.
ഒരുത്തനെയും പേടിച്ചിട്ടൊന്നുമല്ല. നിങ്ങളോട് റെസ്പെക്ട് ഉണ്ടല്ലോ. മുറിച്ചേക്കാം. കൊമ്പല്ല, മരം തന്നെ മുറിച്ചേക്കാം. താങ്ക് യു ജെറി, താങ്ക് യു. നമുക്കിറങ്ങാം. പുള്ളിയൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ സെക്രട്ടറി, ഒരുത്തിനെ നോക്കിയിട്ടല്ല എന്നുള്ള അവന്റെ ആ ഉടക്ക് വർത്തമാനമുണ്ട്, അതെനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല. എന്താ? അസോസിയേഷൻ പറഞ്ഞിട്ടാ മുറിക്കുന്നത്, അല്ലാതെ ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാലും മുറിക്കുന്ന പ്രശ്നമില്ല. എനിക്ക് ഒരുത്തന്റെ ഔദാര്യം വേണ്ട. ഞാൻ എന്റെ മര്യാദയുടെ പുറത്താണ് നിങ്ങൾക്ക് പരാതിയെന്ന്, അല്ലാണ്ട് ഇത് വെട്ടിപ്പൊളിച്ചോളാൻ എനിക്കറിയാൻ വളഞ്ഞിട്ടുള്ള. ഇതൊക്കെ കണ്ടോ? ഇതൊക്കെ എത്ര കാലം വെച്ചിട്ടാ സഹിക്കുക? പിന്നല്ലാതെ ശരി. അവളതെല്ലാം കൂടി ഇങ്ങോട്ട് വലിച്ചെറിയുന്നു. അവിടെ ഞാൻ നീ ഇങ്ങോട്ട് മാറി. സെക്രട്ടറി, ഇപ്പൊ ഞാൻ പറഞ്ഞ ബാക്കി അങ്ങ് പിൻവലിക്കുക. എന്റെ പ്ലാവ് ഒരു കാരണവശാലും ഞാൻ മുറിക്കുന്നില്ല. മാത്രമല്ല, വെട്ടാൻ വരുന്നവന്റെ കാര്യം ഞാൻ വിട്ടും. അസോസിയേഷൻ അറിയിക്കാനല്ലേ ഞാനും അറിയിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ എന്റെ വഴിയോ കൂടാ. നിങ്ങൾ എന്തു വേണേ ചെയ്തു, എങ്ങനെ വേണേ ചെയ്തു. പക്ഷെ പ്രശ്നം ഉണ്ടായ അസോസിയേഷൻ ഇടപെടും. ഈ വെട്ടും കുത്തും കലഹമൊക്കെ ഉണ്ടാകുന്നതിനെക്കാട്ടും നല്ലത് എത്രയും പെട്ടെന്ന് കിട്ടുന്ന വിലക്ക് ഇതൊക്കെ വിൽക്കുന്നത്. ഞാൻ പറഞ്ഞേ എല്ലാവരും വീട്ടിൽ പോണു. എല്ലാരോടും എന്റെ തലേക്ക്. ഹലോ, ജമ്പോൺ സാറല്ലേ? ആണെന്നാണ് എല്ലാവരും പറയുന്നത്. എടാ, നീയൊക്കെ കാരണം ആ സ്പോൺസർ ആകെ വയലന്റ് ആയിട്ടിരിക്കുക. അറിയോ, ഈ ഷോ അബ്രപ്റ്റ് ആയിട്ട് നിർത്തിയാണ്. ആ, എന്താ സ്പോൺസേഴ്സിനോട് പറഞ്ഞേക്ക് ജെറി ഹലോ എഫും വിട്ടെന്ന് എന്റെ റെസിഗ്നേഷൻ സാറിന് മേലിൽ ഞാൻ അവിടെ നിൽക്കുന്നില്ല. ഇവന്റെ കൂടെ ഇനി ആര് വർക്ക് ചെയ്യാനാ? എടാ മക്കളെ, ചേട്ടനൊന്ന് പറയട്ടടാ. നിന്റെ ഒപ്പം ഇനി ആര് വർക്ക് ചെയ്യൂടാ? അയ്യോ, ഞാൻ ജിഞ്ചറി പോടാ. ഞാൻ ഓറഞ്ച് പോടാ. നിന്റെ ഓറഞ്ച് പുളിക്കും. നിന്റെ ജിഞ്ചർ കൈക്കൂടാ. ഒരു കാരണവശാലും ഇവർക്ക് വിട്ടുകൊടുക്കാൻ പിന്നെ അറിയില്ലെന്നെ. എന്താ നീ വന്നേ. അതെ, സ്വന്തം വില്ലകളാ. അപ്പൊ നിങ്ങൾ ആ വില്ല വാങ്ങുമ്പോഴേ അവിടെ പ്ലാവ് ഉണ്ടായിരുന്നല്ലോ അല്ലേ? പ്ലാവ് ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ചില്ല ഈ മാധവിന്റെ. അങ്ങനെ പറയരുത്. ഇനി മുതൽ മാധവ് എന്ന് പറയുന്ന ആളില്ല, അത് തീർന്നു. എതിർകക്ഷി, മനസ്സിലായോ? ഈ എതിർകക്ഷിയുടെ മുറ്റത്തേക്ക് ഒരു കൊമ്പ് ചാഞ്ഞ് നിപ്പുണ്ടായിരുന്നു. അതിൽ നിന്ന് ചില ഇലകളും മറ്റും മാധവിന്റെ എതിർകക്ഷിയുടെ മുറ്റത്തേക്ക് വീഴുന്നുണ്ടായിരുന്നു. കുറച്ച് ഇലയൊന്നും അങ്ങോട്ട് വീണിട്ടില്ല. അതെല്ലാം എതിർകക്ഷി കെട്ടിച്ചു വെച്ചതാണ്. സാറേ, എന്തൊക്കെയായാലും ശരി, അത് സുപ്രീം കോടതി വരെ പോയാലും ശരി, അവനെന്നെ ഒരു ചില്ല പോലും മുറിക്കാൻ പാടില്ല. ഞാൻ എത്ര കാശ് വേണം ചെലവാക്കാം. ഇതെന്റെ അഭിമാന പ്രശ്നമാണ്. സാറേക്ക് നാളെ തന്നെ സ്റ്റേ ഓർഡർ വാങ്ങിച്ചു തരണം. അതല്ല, എനിക്ക് വിട്ടേരെ. എന്തായാലും ഞാൻ 2 ദിവസത്തിനുള്ളിൽ വീട്ടിലോട്ട് വരാം. വേണമെങ്കിൽ പ്ലാവിന് പ്രൊട്ടക്ഷൻ കൊടുക്കാം. പിന്നെ പീസിന്റെ കാര്യം അത് ഗുമസ്തൻ പറഞ്ഞു കാണൂലല്ലേ? അത് മൊത്തം വേണോ? പറഞ്ഞ തുക മുഴുവനും ഉണ്ടോ കേട്ടോ? ഓ അങ്ങനെ അത് ജെറി, എന്തൊരു സൗണ്ട്? ഇടിയപ്പം പ്ലാവ് മുറിക്കുന്നത്. എന്തൊരു ശല്യമായി താമസിപ്പിക്കരുത്. കണ്ടില്ലേ രാത്രിയിൽ മനുഷ്യൻ ഇറങ്ങും. ഞാനിവിടെ ഇവിടെ താമസിക്കാൻ അത് ശരി, നീ ആളെ വിട്ടതല്ലേ? ഓഞ്ഞ വരം പെട്ടാറേ, എനിക്ക് വേറൊരുത്തന്റെ സഹായം വേണ്ട. 2 ദിവസം അത് വെട്ടിയിരിക്കും. അതൊക്കെ തോന്നലൊന്നുമല്ല. വെട്ടുമെന്ന് പറഞ്ഞാ വെട്ടും. അതെ, ആ കുട്ടി വെട്ടാത് നമുക്ക് പോലെ സഖി കെട്ടു. 2 കൂട്ടരും വീടും വിറ്റിച്ചു പോകുന്നതാ കോളനിക്ക് നല്ലത്.
നിങ്ങൾക്ക് ഇതെന്തിനു കേടാന്ന് മനുഷ്യ വല്ലവന്റെ വാക്ക് കേട് ഇപ്പൊ അകത്ത് കിടന്നേനെ. നിങ്ങളെ പോലത്തെ രണ്ടെണ്ണത്തിന് വെച്ച് ആ സ്ഥാപനം നടത്താൻ എനിക്ക് നല്ലതേ അകത്ത് പോയി കിടക്കണതാ. ആ FM-നെ കാട്ടി നല്ല ചെയ്യില്ല. 3 നേരം ആഹാരം കിട്ടും, ചെയ്യുന്ന ജോലിക്ക് ശമ്പളവും കിട്ടും. ഈ പ്ലാവേല എന്റെ FM-ന്റെ ഭാവി. ഇത്രയും നാളും കയ്യാലെ പുറത്തായിരുന്നു, ഇപ്പൊ ഈ പ്ലാവിലായ. മോനെ ജെറി, ചേട്ടനോട് കരുണ കാണിക്കണം. നാളെ തന്നെ നിങ്ങളൊന്ന് FM-ൽ വാ. ഒന്ന് വാടാ. ജയമോഹൻ സാർ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇയാളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഇനി ജെറിയെ കിട്ടില്ല. ഈ പറഞ്ഞ ഇയാളില്ലെങ്കിൽ കാണായിരുന്നു നിന്റെ ഒക്കെ കല്യാണം. എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കരുത്. അങ്ങനെ പറഞ്ഞു കൊടുക്കുക നീ. എനിക്ക് താല്പര്യമില്ല. വരുന്നോ നീ പോടി. അന്നാന്നല്ല പന്നാന്ന ഇവളെയൊക്കെ വിളിക്കണ്ടേ. അവനെ ചെറിയുന്നല്ല. നല്ല ഉറുമ്പിന്റെ കടി കിട്ടിയിട്ടുണ്ട്. നീയിപ്പോ എന്ത് ചെയ്യടാ? ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പോ. എന്തേ വിശക്കണല്ലേ? ഓ അവിടെ ചെക്ക് എടുക്കൂലല്ലേ? നല്ലൊരു ചക്ക പഴുത്തിട്ടുണ്ടായിരുന്നു, മര്യാദക്ക് അത് തിന്നാ മതിയായിരുന്നു. പട്ടിണി തന്നെ. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫേമിനെ ഒരു ബ്രീത്തിങ് സ്പേസ് പോലും കൊടുക്കാതെ നിങ്ങൾ ഇട്ടേച്ച് പോയി. അത് തന്നെ ഒരു നെഗറ്റീവാണ്. അതിലും വലിയ നെഗറ്റീവാണ് ഒരു ടീം സ്പ്ലിറ്റ് ആകുന്നത്. ജെറി മാധവ് ടീം അതൊരു അട്രാക്ഷൻ തന്നെയായിരുന്നു. പക്ഷേ മാധവ് ഒറ്റയ്ക്ക് സാർ ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം. സാറിന്റെ FM സകല FM-നെ ബ്രേക്ക് ചെയ്യും. എനിക്കൊരു ട്രെയിനിങ്ങിനെ കൂടെ തന്നാ മതി, നമുക്ക് സൂപ്പർ സ്ലോട്ട് ഉണ്ടാക്കാം. ഇങ്ങനെ സ്ലോട്ട് ഉണ്ടാക്കാൻ കഴിവുള്ളവര് ഈ ഓറഞ്ച് FM-ൽ തന്നെ ഉണ്ട്. ബട്ട് ഐ വാണ്ട് യുവർ ടീം, ജെറി മാധവ്. സോറി സർ, എത്ര രൂപ തരാമെന്ന് പറഞ്ഞാലും എനിക്കിനി മാധവനെ വയ്ക്കാൻ പറ്റില്ല. ഐ എം സോറി മാധവ്, ഐ എം സോറി. എനിവേ താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. ഹലോ സർ, സമയായി സർ. ചാവാനാ? അല്ല സർ, ഹലോ നമസ്തേക്ക് ഇനി 3 മിനിറ്റേ ഉള്ളൂ. എന്ത് ചെയ്യും? ഇന്നത്തേക്ക് ഏതെങ്കിലും ട്രെയിനീസിനെ കയറ്റാൻ പറ്റുമോ നോക്ക്. ട്രെയിനീസിനെയോ? ഈ പ്രോഗ്രാമോ? സാറേ ദേ ആ പിള്ളേരൊക്കെ ആക്കി ടെൻഷനില്ല. 2 മിനിറ്റും കൂടി ഉള്ളൂ. എനിക്ക് ഭ്രാന്ത് പിടിക്കും. എനിക്ക് ഉറപ്പായിരുന്നു സാറിന്റെ പോക്ക് കണ്ടിട്ട് സാറിന് ഭ്രാന്ത് പിടിക്കാൻ സാധ്യത ഉണ്ടെന്ന്. എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകണം സാർ. കൊല്ലരുത് സാർ, ഭ്രാന്തായിന്നാ തോന്നണ. സാർ കൂട്ടരുത്, ഞാൻ ഇതുവഴി പോയിക്കോളാം പ്ലീസ്. ചെറിയ സാർ ഞാൻ പോട്ടെ. എങ്ങോട്ട്? ഇതെന്താ? വെൽക്കം ടു ഹലോ നമസ്തേ. ഇന്ന് നിങ്ങൾക്കൊപ്പം ഉള്ളത് 2 സർപ്രൈസ് ആർജേഴ്സ് ആണ്, ജയ് ആൻഡ് അബു. അബു? ഞാൻ ജയ്, എന്നോടൊപ്പം ആരാണെന്ന് ഞാൻ പറഞ്ഞു. ആരാണ്? അബു. അബു. അപ്പൊ നമ്മൾ തകർക്കല്ലേ? എന്തിനാ തകർക്കണത്? തകർക്കല്ല, പൊളിക്കല്ലേ? പൊളിക്കല്ലേ? പൊളിക്കെന്തിനാണ്? പൊളിക്കാം, നമുക്ക് ഇടിവെട്ടാക്കാന്ന്. എനിക്ക് പേടിയാണ് സാർ. ഈ അബുവിന്റെ കാര്യം എങ്ങനെയാണ്? എന്ത് പറഞ്ഞാലും പേടിയാവുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്റെ അബു, ഈ ലോകത്ത് നമുക്ക് വേണ്ടത് ധൈര്യമാണ്, ധൈര്യം. ഈ ധൈര്യം വെച്ചുകൊണ്ട് നമ്മൾ റെയിൽവേ ട്രാക്കിന്റെ ഫ്രണ്ടിൽ പോയിരുന്ന ട്രെയിൻ വന്നാൽ ചത്തോലേ? പോവില്ലേ? ഈ അബുവിന്റെ ഒരു കാര്യം. ഇനി ഹലോ നമസ്തേയിൽ ഒരുപാട് വിശേഷങ്ങൾ കേൾക്കാനുണ്ട്. ഒരു പാട്ട് കേട്ടതിന് ശേഷം നമുക്ക് മടങ്ങി വരാം. ഇവിടെ മനുഷ്യന്റെ ജീവൻ മരണ പോരാട്ടം നടക്കുക, അവിടെ തമാശ കളിക്കണം. ഇനി പേടിയാണ് ടെൻഷനാണെന്ന് പറഞ്ഞാണ്ടല്ലോ, നിനക്ക് തോന്നുന്നു പറഞ്ഞാൽ മതി. എടാ വിചാരിച്ചാൽ നടക്കാത്തൊരു കാര്യമില്ല. നിനക്ക് സാലറി കൂട്ടി വേണം. എനിക്കുള്ള സാലറി ഇപ്പൊ തന്നാ മതി. ആ വേഗം ഇരുന്നോ, ഇന്ന് തന്നെ ഒരു സാലറി വരും. തരുമോ? ആ ഓക്കെ, പറ്റിക്കരുതട്ടാ. പാട്ട് തരാൻ പോകുന്നു. വെൽക്കം ബാക്ക് ടു ഹലോ നമസ്തേ. നമസ്തേ. ഹലോ, ഞാൻ അബു. കുറച്ച് നേരമായിട്ട് ചെയ്യുമ്പച്ചാ നിങ്ങൾ വെറുപ്പിച്ചോണ്ടിരിക്കണേന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ ഇങ്ങനെ തന്നെ തുടങ്ങാന്നൊരു അഭിപ്രായം ആദ്യം പറഞ്ഞത് ഞാനാണ് ജയ്മച്ചാനോട്. പക്ഷെ വളരെ സന്തോഷമുണ്ട് അല്ലേ, ഒന്നും പറയാൻ കിട്ടണില്ല. ഇവിടെ ഞാൻ ആദ്യം ചായയിട്ട് അല്ല ഇന്റർവ്യൂവിന് വരാൻ നേരത്ത് നമ്മൾ എന്തൊക്കെയാടാ പറഞ്ഞത്? എനിക്കൊന്നും ഓർമ്മയൊന്നുമില്ല.
സാർ താങ്ക് യു സാർ താങ്ക് യു സാർ ഓക്കെ സ്പോൺസറാ പരിപാടി കുഴപ്പമില്ലെന്ന് നമുക്കിതങ്ങ് കണ്ടിന്യൂ ചെയ്താലോ? നാട്ടുകാരെന്ത് ചെയ്യപ്പോ? അവരിത് ഇതാക്കുന്നാണ് വിചാരം. സാറേ എത്രയും പെട്ടെന്ന് രണ്ടുപേരും ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് കേട്ടാ, അല്ലെങ്കിൽ ഇത് മൊത്തം ചൊലാവും ഉറപ്പാണ്. നമ്മളങ്ങോട്ട് പറയുന്നത് മാത്രമല്ല അവര് പറയുന്നത് ഇങ്ങോട്ട് കേൾക്കേണ്ടി വരും കേട്ടാ.